നമസ്കാരം. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ആയുധ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. വെറും ആയുധ കരാറല്ല, ആണവായുധങ്ങൾ അടങ്ങിയ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള കരാർ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഭരണ നേതാക്കളുമായി ഇത്തരമൊരു കരാർ ഒപ്പിട്ടത്. എന്തിനാണ് തിടുക്കപ്പെട്ട് സൗദി അറേബ്യയും പാകിസ്ഥാനുമായി ഇങ്ങനെ ഒരു ആയുധ ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇതിന്റെ പിന്നിൽ എന്താണ് കാരണം? ഇത് ഇന്ത്യക്ക് ഭീഷണിയാണോ? ഇത്തരം ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര തലത്തിലും നടക്കുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ ആയുധ കരാറിന് പിന്നിൽ ഇന്ത്യയോടുള്ള ഭയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ പ്രസംഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സൂചന പാകിസ്ഥാന് നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഏതു നിമിഷവും ഇന്ത്യ ആക്രമിക്കും. ഇന്ത്യയുടെ റഡാറിന്റെ നിരീക്ഷണത്തിലാണ് പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇത് പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഒരു ആക്രമണം ഇനി താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്ന് പാകിസ്ഥാന് തന്നെ കൃത്യമായി അറിയാം, മറ്റാരെക്കാളും. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു. പാകിസ്ഥാന്റെ 11 വിമാനത്താവളങ്ങൾ, സൈനിക വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. ഇന്ത്യയുടെ ഡ്രോണുകളെ, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളെ ഒന്ന് പ്രതിരോധിക്കാൻ പാകിസ്ഥാന്റെ മിസൈലുകൾക്കോ അല്ലെങ്കിൽ ഡ്രോണുകൾക്കോ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഇങ്ങനെ തുരുതുര കുറെ കളിപ്പാട്ടം പോലെയുള്ള ഡ്രോണുകൾ അയച്ചു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെല്ലാം നിഷ്പ്രഭമാക്കി. അപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി തങ്ങളുടെ കയ്യിലുള്ള ഡ്രോണുകളും മിസൈലുകളും ഒന്നും ഒറിജിനൽ അല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എല്ലാം ചൈന നിർമ്മിതമാണ്. കാരണം ചൈനയും തുർക്കിയുമാണല്ലോ കാലാകാലങ്ങളായി പാകിസ്ഥാൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ആയുധങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി പാകിസ്ഥാന് ബോധ്യമായി. ആ പാകിസ്ഥാൻ പിന്നീട് സൗദി അറേബ്യയുമായി ഒരു കരാറിൽ ഏർപ്പെടാനുള്ള ശ്രമങ്ങൾ അന്ന് മുതൽ ആരംഭിച്ചതാണ്. ഇതിനിടയിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെട്ടതും വലിയ പ്രശ്നങ്ങളില്ലാതെ അടുത്ത സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യയും ചൈനയും മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സൗദി അറേബ്യയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടത്. അതും ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം. ഇവിടെ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാന്റെ സഹായം വേണമെന്നുള്ളത് ഒരു കാര്യം, പാകിസ്ഥാന് സൗദിയുടെ സഹായം വേണമെന്നുള്ളതും മറ്റൊരു കാര്യം. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഇതിൽ പാകിസ്ഥാൻ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെട്ട കരാറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളിൽ ആരെയെങ്കിലും ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങളെയും ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും. അതായത് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനൊപ്പം നിന്ന് സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും. സൗദി അറേബ്യയെ ഇസ്രായേൽ ആക്രമിച്ചാൽ സൗദിക്കൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ പാകിസ്ഥാൻ യുദ്ധം ചെയ്യും. ഇതാണ് ഈ കരാറിന്റെ ഉള്ളടക്കം എന്ന് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് അറിയാൻ കഴിയുന്നവർക്ക് കൃത്യമായി അറിയാം. കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്തെ പാകിസ്ഥാന് വേണ്ടി ആക്രമിക്കാൻ സൗദി ഒരിക്കലും തയ്യാറാവില്ല. അതുപോലെ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തെ സൗദിക്ക് വേണ്ടി ആക്രമിക്കാൻ പാകിസ്ഥാനും തയ്യാറാവില്ല. ഇത് യാഥാർത്ഥ്യമാണ്. പിന്നെ സൗദി അറേബ്യയുടെ കയ്യിലുള്ള കുറച്ച് ആയുധങ്ങൾ കുറെ വലിയ തുകയ്ക്ക് പാകിസ്ഥാന് കൈമാറുന്നു. അതുകൊണ്ട് പാകിസ്ഥാനും ഒരു ആശ്വാസം, സൗദിക്കും ഒരു ആശ്വാസം. ഈ കരാർ ഉണ്ടായതിന് തൊട്ടുപുറകെ തന്നെ ഇന്ത്യ അനുനയിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യയുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ത്യയും സൗദി അറേബ്യയും അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നിരവധി വ്യാപാര കരാറുകളുണ്ട്, സൈനിക കരാറുകളുണ്ട്, ആയുധ കരാറുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞങ്ങളുടെ ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് പോകും. ഈ പാകിസ്ഥാനുമായുള്ള ആയുധ കരാറും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും രസകരമായ ഒരു കാര്യം, ഖത്തറിലേക്ക്, ദോഹയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അറബ് രാജ്യങ്ങളുടെ വലിയ കൂട്ടായ്മ യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനെ തിരിച്ചടിക്കും, നാളെ അടിക്കും, അടുത്ത മണിക്കൂറുകൾ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കും എന്നൊക്കെയായിരുന്നു ഇവരുടെ വീമ്പ് പറച്ചിൽ. അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും ഇപ്പോഴും ഇസ്രായേലിലേക്ക് ഒരു
മൊട്ടുസൂചി എറിയാനോ ഒരു പൊട്ടാസ് ഇസ്രായേലിന് നേരെ വയ്ക്കാനോ അറബ് രാജ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറി തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സൗദിക്ക് ഇരുന്നിരുന്ന് ഒരു കൂട്ടുകാരനെ കിട്ടിയത്. അത് മറ്റാരുമല്ല, പാകിസ്ഥാനാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെങ്കിലും കൂടെ നിൽക്കട്ടെ എന്ന് കരുതി സൗദി കുറെ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. പക്ഷേ സൗദിയുടെ ആയുധങ്ങൾ കിട്ടിയ ശേഷം ഇന്ത്യയെ പ്രതിരോധിക്കാമെന്നുള്ള വ്യാമോഹം തന്നെ പാകിസ്ഥാൻ ആപത്താണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി ഇക്കാര്യത്തിലുണ്ട്. അതായത് ഇന്ത്യയെക്കാളുപരി പാകിസ്ഥാനുള്ളിലെ ആഭ്യന്തര യുദ്ധമാണ് പാകിസ്ഥാനെ കുഴയ്ക്കുന്നത്. പാകിസ്ഥാനുള്ളിലുള്ള ഷിയ സുന്നി വിഭാഗങ്ങൾ, അതുപോലെ തന്നെ താലിബാനിലെ ഒരു വിഭാഗം പാകിസ്ഥാനെ ആക്രമിക്കുന്നു. അത് മാത്രവുമല്ല, വലിയ തോതിലുള്ള മറ്റ് ആഭ്യന്തര വിഘടനവാദങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങൾ പാകിസ്ഥാനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ അറബ് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള സൗദി അറേബ്യ തങ്ങളോടൊപ്പം ഉണ്ടെന്നും അത് ഒരു മുസ്ലിം ഏകീകരണത്തിനും മുസ്ലിം ശാക്തീകരണത്തിന്റെയും ഭാഗമാണെന്നുമുള്ള ചില സന്ദേശങ്ങൾ പാകിസ്ഥാനുള്ളിൽ പരത്താനും ഈ ഒരു കരാറിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഭീഷണി അല്ലെങ്കിൽ ഇന്ത്യയെ ഭയന്നുകൊണ്ട് പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ആയുധ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിനു മുൻപ് പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളുടെയും ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യയെ പ്രതിരോധിച്ചെടുക്കാൻ കഴിയില്ല. ഇതൊന്നും ഒറിജിനൽ അല്ല. അതുകൊണ്ട് ഞങ്ങൾ സൗദിയിൽ നിന്ന് ഒറിജിനൽ ആയുധങ്ങൾ കൊണ്ടുവരും, അതിനുശേഷം ഇന്ത്യയെ പ്രതിരോധിക്കും. ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലപാട്.